നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കേരള സന്ദർശനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. ബി.ജെ.പി. എൻ.ഡി.എ സഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഔപചാരിക തുടക്കം കുറിക്കുകയാണ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കുന്നു. 2 ദിവസത്തെ സന്ദർശന പരിപാടികളുമായി അമിത്ഷാ ഇന്ന് രാത്രി തിരുവനന്തപുരത്ത് എത്തും. രാത്രി 10 മണിക്ക് ശേഷമാണ് അമിത്ഷാ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നത്. തുടർന്ന് ജനുവരി 11-നാണ് പ്രധാന പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 10:30 ചരിത്രപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തും. ആത്മീയതയും വിശ്വാസവും രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുന്ന ബി.ജെ.പിയുടെ രാഷ്ട്രീയ സമീപനത്തിന്റെ ഭാഗമായാണ് ഈ സന്ദർശനത്തെ വിലയിരുത്തുന്നത്. തുടർന്ന് രാവിലെ 11 മണിക്ക് കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ബി.ജെ.പി. സംസ്ഥാന ജനപ്രതിനിധി സമ്മേളനം അമിത്ഷാ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ ബി.ജെ.പി. നേതാക്കൾ, ജനപ്രതിനിധികൾ, സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കുന്ന സമ്മേളനം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രങ്ങളും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്ന വേദിയാകുമെന്നാണ് വിലയിരുത്തൽ. ഈ സമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തിന് മറ്റ് ഔദ്യോഗിക പരിപാടികളില്ല. ഉച്ചഭക്ഷണത്തിന് ശേഷം വൈകിട്ട് 3 മണിക്ക് കേരള കൗമുദി സംഘടിപ്പിക്കുന്ന കോൺക്ലേവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ അമിത്ഷായുടെ പ്രസംഗം വലിയ രാഷ്ട്രീയ സന്ദേശങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷ. വൈകിട്ട് 4 മണിക്ക് ചേരുന്ന എൻ.ഡി.എ നേതൃയോഗത്തിലും 5 മണിക്ക് നടക്കുന്ന ബി.ജെ.പി. സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിലും അമിത്ഷാ പങ്കെടുത്ത് നേതാക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകും. ഈ യോഗങ്ങളിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ പങ്കെടുക്കും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ, പ്രചരണ രീതികൾ, സംഘടനാ ശക്തിപ്പെടുത്തൽ എന്നിവയാണ് യോഗങ്ങളിൽ പ്രധാന ചർച്ചാ വിഷയങ്ങൾ ആകുക. നാളെ വൈകിട്ട് 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് അമിത്ഷാ തിരികെ ഡൽഹിയിലേക്ക് മടങ്ങും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് അമിത്ഷായുടെ കേരള സന്ദർശനം നടക്കുന്നത് എന്നത് അതിന് വലിയ രാഷ്ട്രീയ മാനം നൽകുന്നു. എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിടാനാണ് അമിത്ഷാ കേരളത്തിലെത്തുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. നേടിയ വിജയത്തിന് ശേഷമുള്ള ഒരു ദേശീയ നേതാവിന്റെ ആദ്യ സന്ദർശനമാണ് അമിത്ഷായുടേതെന്നതും ശ്രദ്ധേയമാണ്. ഇതിനെ തുടർന്ന് പാർട്ടി അണികളിൽ ആത്മവിശ്വാസം വർദ്ധിച്ചതായി നേതൃത്വം വിലയിരുത്തുന്നു. 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നും വികസന പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നും രാജീവ് ചന്ദ്രശേഖർ മുൻപ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തുടർച്ചയായ പ്രചരണങ്ങളിലാണ് എൻ.ഡി.എ പ്രധാനമായി ഊന്നൽ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ബിന്ദുവാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുക. സംസ്ഥാനത്ത് ഡബിൾ എഞ്ചിൻ സർക്കാർ ആവശ്യമാണെന്ന നിലപാട് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസങ്ങളിൽ ആവർത്തിച്ചിരുന്നു. കേരളത്തെയും മലയാളികളെയും നേരിട്ട് ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു വികസിത കേരളം നിർമ്മിക്കുകയാണ് ബി.ജെ.പി. എൻ.ഡി.എ സഖ്യം 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യപ്പെടുകയെന്നും വിശ്വാസ സംരക്ഷണം പ്രചരണത്തിലെ ഒരു പ്രധാന ഘടകമായിരിക്കുമെന്നും എൻ.ഡി.എ ഉറപ്പു നൽകുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അമിത്ഷായുടെ കേരള സന്ദർശനം നടക്കുന്നത്. അതിനാൽ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന മാറ്റങ്ങൾക്ക് ഈ സന്ദർശനം നിർണായക തുടക്കമാകുമോ എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.